അവർക്ക് അത് ഇത്ര ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കാൻ അവർക്ക് അധികാരമുണ്ട്. ഒരു പൗരന് അവകാശമാണ്, നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളൊരു അപേക്ഷ തന്നാൽ അത് നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള കാര്യം. തന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ഞാൻ തന്നിട്ടുള്ള അപേക്ഷ എന്തുകൊണ്ട് എനിക്ക് തിരിച്ചു തന്നില്ല. ആ നിയമത്തിന്റെ പേരെന്താ? എന്താണ് ആ നിയമത്തിന്റെ പേര്? നിങ്ങളുടെ ഒരു സേവനത്തിന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട്, ഇനി പോലീസ് സ്റ്റേഷനിൽ ആണെങ്കിലും ഉണ്ട്, ഇനി പഞ്ചായത്ത് ഓഫീസിൽ പോയാലും ഉണ്ട്, ഹോസ്പിറ്റലിൽ പോയാലും ഉണ്ട്. ഓരോ കേക്ക് ഇങ്ങോട്ട് വാ, കുറച്ച് ഫ്രണ്ടിൽ വാ, ഇനി ആ ബാക്കിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ അവരിവിടെ ഒരു നിശ്ചിത ഫീസ് അടച്ചിട്ട് ആ അപേക്ഷ തരുമ്പോ നമ്മള് അന്വേഷിച്ചതിന് ശേഷം അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിന്ന് കൊടുക്കും. അതല്ലാതെ നിങ്ങൾ റോഡിൽ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, പൊതുപരിപാടികളൊക്കെ നടത്തും. പൊതുപരിപാടികൾ നടത്തുമ്പോൾ അവർക്ക് മൈക്ക് സാങ്ഷൻ വേണം. അപ്പോൾ അതൊരു കുറ്റകൃത്യം അല്ല, പക്ഷെ മൈക്ക് സാങ്ഷൻ എന്നുള്ള ഒരു അനുമതി പത്രത്തിന് വേണ്ടി അവരിവിടെ വരും, ഇവിടെ അപേക്ഷ തരും. അപ്പോൾ നമ്മൾ അപ്പോ അതിൽ രേഖപ്പെടുത്തുന്ന ആ എഫ്ഐആറിന്റെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പരാതി തന്ന കംപ്ലൈനന്റിന്റെ പേര്, വിക്ടിം, അതിൽ വിക്ടിം ഉണ്ടെങ്കിൽ വിക്ടിമിന്റെ പേര്, അക്യൂസ്ഡ് ഉണ്ടെങ്കിൽ കുറ്റവാളി ഉണ്ടെങ്കിൽ അവരുടെ പേരും ഡീറ്റെയിൽസും, പിന്നെ ഈ ഒക്കുറൻസ് സംഭവം നടന്ന സ്ഥലം, സമയം, ഡേറ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത്, പിന്നെ ആദ്യമായിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പോലും ഉള്ള എഫ്ഐആർ ഇൻഡെക്സ് പോലും ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരുപക്ഷെ നിങ്ങളൊക്കെ നാളെ ഇവിടെ വയ്ക്കരുത്, കാരണം ഇത് എല്ലാത്തിനും ആഫ്റ്റർ ഷോക്ക് ഉണ്ട്, മനസ്സിലായില്ലേ? ബാക്ക് ആക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഷോൾഡറിന്റെ ബോണിന് ഡാമേജ് വരാൻ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ. എന്നിട്ട് ഇതിലും അതിലും കൂടെ നോക്കി കിടക്കാം, മനസ്സിലായില്ലേ? അപ്പം റൈഫിളിന്റെ ഈ ഭാഗം വയ്ക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. തൊട്ട് നോക്ക്, ആ ഭാഗം കേട്ടോ. എന്നുള്ള പേരിൽ അറിയപ്പെടും, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേട്ടോ. അതാണ് ആ ബോർഡ്. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ അവൈലബിൾ ആയതുകൊണ്ട് ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഞാനാണ്. ഞാനില്ലെങ്കിൽ അടുത്തുള്ള റാങ്കിലുള്ള, അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള കേട്ടോ. അങ്ങനെയാണ് ആ SHO എന്ന് പറയുന്നതിന്റെ സംവിധാനം. പിന്നെ ഇതെന്താണ്? ഇതൊന്ന് വായിച്ചേ, ഒരാൾ വായിച്ചേ. വായിക്കേ, അതിന്റെ ഹെഡിങ് വായിച്ചാൽ അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡുകളൊക്കെ നിങ്ങൾ റിപ്പോർട്ടിൽ എഴുതണം.